വയനാട് സർക്കാർ ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുകൾ കണ്ടെത്തിയത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ് തകരാറുകൾ കണ്ടത്. 178 വീടുകൾ കൈമാറിയതിൽ 2 എണ്ണത്തിന്റെ മേൽക്കൂരയിൽ വിള്ളലും ചോർച്ചയും ഉണ്ടായതോടെ നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതർ നേരിട്ടെത്തി പരിശോധന നടത്തി. ഇത് പേടിക്കാനൊന്നുമില്ലെന്നും നിർമ്മാണത്തിനിടെ സംഭവിച്ച ചെറിയ പോരായ്മകൾ മാത്രമാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ചൂരൽമല സ്വദേശിയായ നൌഫലിന്റെ വീടിന്റെ മേൽക്കൂരയിലാണ് ആദ്യം വിള്ളൽ ദൃശ്യമായത്. പിന്നാലെ തൊട്ടടുത്ത 8-ാം നമ്പർ വീടിനും സമാനമായ തകരാറുകൾ ഉണ്ടെന്ന് വ്യക്തമായി. വിള്ളലുകൾ ഉടൻ പരിഹരിക്കുമെന്നും ഇതിനായി പ്രത്യേക എപ്പോക്സി ഗ്രൗണ്ടിങ്ങും വാട്ടർ പ്രൂഫിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുമെന്നും ഊരാളുങ്കൽ സിഇഒ അരുൺ ബാബു ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം പുതിയ വീടുകളിലുണ്ടായ ഈ പ്രശ്നം താമസക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക വിഷമമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് സർക്കാർ ഈ വീടുകൾ ദുരിതബാധിതർക്ക് കൈമാറിയത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടി വന്നത് ചില പരീക്ഷണങ്ങൾ ഒഴിവാക്കാൻ കാരണമായതായും സൂചനയുണ്ട്. വിള്ളലുകൾ പരിഹരിക്കാൻ ഊരാളുങ്കൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പണി പൂർത്തിയാകുന്നതുവരെ തങ്ങളുടെ ഭീതി മാറില്ലെന്നാണ് വീട്ടുടമസ്ഥർ പറയുന്നത്.